വെൽക്കം ടു ചൂനോസ് വേൾഡ്. അങ്ങനെ ചട്നി മാമിന്ന് മൂക്കുമുട്ട് തട്ടിയതിന് ശേഷം ഞങ്ങൾ പിന്നെയും ട്രാവലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഉജാല മുക്കിയ കൂട്ടുള്ളൊരു കാറൊക്കെ കണ്ടായിരുന്നേ. എന്താ അല്ലേ, വെറൈറ്റി അല്ലേ. ഓക്കെ, സോ ട്രാവൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേസിംഗ് എന്ന് പറഞ്ഞാൽ റിയലി അമേസിങ്. നല്ല ഉച്ച വെയിലെന്നാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഉച്ചയായിട്ടില്ല ആക്ച്വലി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 3 to 4 hours അകത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താമെന്നൊക്കെ കരുതി. ബട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഒരാൾ ഇവിടെ സൈഡായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാണുന്നില്ല. എൻ്റെ പിറകിൽ തന്നെ ഒരാൾ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഇന്ന സ്ഥലം വേണം അല്ലെങ്കിൽ ലൈക്ക് ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കടത്തന്നെയാണെങ്കിൽ കടത്തേണ്ട. ഉറക്കം വന്നു കഴിഞ്ഞാൽ അങ്ങ് കയറി കിടന്ന് ഉറങ്ങിയേക്കണം. ഞാൻ ഉറങ്ങത്തില്ല യൂഷ്വലി, ബട്ട് ഡൊണാൾഡ് ഉറങ്ങും. എവിടെയാണെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളും. എനിക്കത് പറ്റത്തില്ല. അപ്പോൾ ഒരാൾ ഇവിടെ സൈഡായിട്ടുണ്ട്. അപ്പോൾ ആള് എഴുന്നേക്കുന്ന വരെ ചുമ്മാ ഇതുപോലെ ഒന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇതെന്താ ഇങ്ങനെ അന്യഗ്രഹജീവിയുടെ കൂട്ടൊക്കെ ഇരിക്കുന്ന വെള്ളയൊക്കെ പോലെയാണ്. യെസ്, ഇതിൻ്റെ ഒരു ട്രഡീഷണൽ വെയറാണ്. കുറച്ച് കാലങ്ങൾ കൊണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അധികം പേര് കാണാറില്ല, സ്റ്റിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ വീടിൻ്റെ മുറ്റത്തോട്ട് ഡേ ടൈമിൽ ഇറങ്ങുവാണെങ്കിൽ ഞാൻ ഈ ഒരു സാധനം ധരിച്ചിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. ഇത് മാത്രമല്ല, സോക്സ് അങ്ങനെ എല്ലാവിധ ആയുധങ്ങളും എടുത്തിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. ആ കൂട്ടത്തിൽ വേറൊരു ആയുധം കൂടെ ഉണ്ട്. ഇതാണ് ആയുധം. അതായത് ഈ സൺസ്ക്രീനും കൂടെ ഇല്ലാതെ എനിക്ക് ഡേ ടൈമിലോട്ട് വെളിയിറങ്ങാൻ പറ്റത്തില്ല. അതിനൊരു റീസണൊക്കെ ഉണ്ട്. ബിക്കോസ് ഞാനും സൺലൈറ്റ് ഡിഷു ആണ്. സോ എൻ്റെ അടുത്ത ആയുധം അപ്ലൈ ചെയ്യാറായി. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ആയുധങ്ങളും ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു 2-3 അവർ കഴിയുമ്പോൾ ഒന്നുകൂടെ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ എവറി 3 hours ഞാനിത് റിപ്പീറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നമ്മളുടെ അന്യഗ്രഹജീവിയുടെ കോസ്റ്റ്യൂം തിരിച്ചിടാറായിട്ടുണ്ട്. ആൻഡ് കുറച്ച് കഴിയുമ്പം ഉറങ്ങിക്കിടക്കുന്ന ആളെ നമുക്ക് ഉണർത്തണം. അങ്ങനെ പൊരി വെയിലത്തുള്ള യാത്ര നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുവാണ്. പോയി നമ്മൾ ആദ്യം എത്തിയത് ഏടത്തുയിലോട്ടാണ്. ഏടത്തുയിലെ വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.